സൈന്യത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കൊട്ടാരക്കര വാളകം സ്വദേശി സന്തോഷ് കുമാറിനെയാണ് നെയ്യാർ ഡാം സ്വദേശി കബളിപ്പിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളും ചേർന്ന് തന്ത്രപരമായി കെണിയിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്തത്. മൈലക്കര സ്വദേശി ബിന്ദുവിന്റെ പരാതിയിലാണ് നടപടി. ഉദ്യോഗാർത്ഥികൾക്ക് സൈന്യത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് വാളകം സ്വദേശിയായ സന്തോഷും കൂട്ടുപ്രതി ഗീതാറാണിയും ചേർന്ന് 5 കോടിയിലേറെ രൂപയാണ് തട്ടിയെടുത്തത്. കോട്ടയത്ത് അടുത്തിടെ നടന്ന ആർമിയുടെ റിക്രൂട്ട്മെന്റ് റാലി പാസ്സായ 17ഓളം ഉദ്യോഗാർത്ഥികളെയാണ് ഇരുവരും ചേർന്ന് കബളിപ്പിച്ചത്. ആർമിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് സന്തോഷ് എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചായിരുന്നു പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. മൈലക്കര സ്വദേശിയായ ബിന്ദുവിൽ നിന്ന് 30 ലക്ഷം രൂപയാണ് ഇരുവരും ചേർന്ന് തട്ടിയെടുത്തത്. ബാംഗ്ലൂരിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ് പണം കൈമാറിയത്. തട്ടിപ്പിനിരയായവർ കബളിപ്പിക്കപ്പെട്ടതോടെ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗാർത്ഥികളെ ഉപയോഗിച്ച് തന്ത്രപൂർവ്വം സന്തോഷിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് നെടുമങ്ങാട് ഡിവൈഎസ്പി ES ബിജുമോൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ കേരളത്തിൽ മൊത്തത്തിൽ ഏതാണ്ട് 150ഓളം ആളുകളുടെ പരാതി ഉള്ളതായിട്ടാണ് ഏതാണ്ട് 5 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി മനസ്സിലാക്കുന്നു. ക്രൈംബ്രാഞ്ചും മറ്റ് ലോക്കൽ പോലീസിൻ്റെ പല ജില്ലകളിലുള്ള പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാളുടെ ആർമിയിലെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോയെന്നും അതുപോലെ തന്നെ കർണാടകത്തിലുള്ള ഇയാളുടെ കൂടുതൽ വിവരങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. മറ്റ് പ്രതികൾക്കായിട്ടുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ 20ഓളം സ്റ്റേഷനുകളിലായി 5 കോടിയിലേറെ രൂപയുടെ ആരോപണമാണ് നിലവിലുള്ളത്. സന്തോഷ് കുമാറിന്റെ പേരിൽ 150ഓളം കേസുകൾ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.